ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച വിഷയത്തിൽ സെൻസർ ബോർഡിനെ വീണ്ടും വിമർശിക്കുകയാണ് ഹൈക്കോടതി. സിനിമയ്ക്ക് ജാനകി എന്ന പേരിട്ടത് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് കോടതി ചോദിച്ചു. സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് സെൻസർ ബോർഡ് കൽപ്പിക്കുകയാണോ എന്നായിരുന്നു ഇന്ന് ഹൈക്കോടതി ചോദിച്ച സുപ്രധാനമായ ഒരു ചോദ്യം. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും ഹൈക്കോടതി പറയുന്നു. നോക്കാം. കെ ഉമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, പറയൂ വിശദാംശങ്ങൾ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് സെൻസർ ബോർഡിനെ ഹൈക്കോടതി വിമർശിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ സിനിമയുടെ പേര് മാറ്റണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അത് സെൻസർ ബോർഡ് മറുപടിയായി പറഞ്ഞത്, അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ വാദം എന്ന് പറയുന്നത് മതജാതി വംശപരമായ വിദ്വേഷ പരാമർശങ്ങൾ പാടില്ല എന്ന് ഈ ഫിലിം സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് എന്നായിരുന്നു സെൻസർ ബോർഡിൻ്റെ വാദം. എന്നാൽ ജാനകി എന്ന പേര് എങ്ങനെയാണ് അവഹേളനമാകുന്നത് എന്ന് കോടതി ചോദിച്ചു. ഇന്ത്യയിലെ ഭൂരിഭാഗം പേരുകളും ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരാണ്. സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് സെൻസർ ബോർഡ് കൽപ്പിക്കുകയാണോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ഈ സിനിമയ്ക്ക് എന്ത് പേരിടണം എന്നതെല്ലാം കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും കോടതി ഇന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതേസമയം ചിത്രത്തിലെ നായികയുടെ പേരാണ് ജാനകി എന്നും ബലാത്സംഗ അതിജീവിതയായ നായിക നടത്തുന്ന അതിജീവന പോരാട്ടമാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം എന്നും ഹർജിക്കാരായ നിർമ്മാതാക്കൾ കോടതി അറിയിക്കുകയുണ്ടായി. കോടതി തന്നെ ഈ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തണം എന്നൊരാവശ്യവും ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് എന്തുകൊണ്ട് ഈ പേര് മാറ്റണം എന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ഹൈക്കോടതി വീണ്ടും സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസ് അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ബുധനാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് ഇനി ബുധനാഴ്ചയായിരിക്കും പരിഗണിക്കുക. അതേസമയം ഇതേ വിഷയത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരം നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിലാണ് വിവിധ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ജാനകി എന്ന പേര് വരുന്ന വിവിധ സിനിമകളുടെ പോസ്റ്റർ പതിച്ചുകൊണ്ടാണ് ഈ വിവിധ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. ഇതിൽ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രതിനിധികളെല്ലാം അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ പേരിൻ്റെ പേരിൽ ഇങ്ങനൊരു ചിത്രത്തിൻ്റെ റിലീസ് തടയുന്നത് യുക്തിരഹിതമാണ് എന്ന് ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കം പറയുകയുണ്ടായി. ഈ സിനിമാ സംഘടനയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് DYFIയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവരും അവിടെ എത്തുകയുണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇനി പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്.